നമസ്കാരം. വയനാടിന്റെ ദുരന്ത വാർത്തയ്ക്കിടയിൽ മുങ്ങിപ്പോയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയുണ്ട്. അത് പറയേണ്ടതുണ്ട്. അത് പറയാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാഷ്ട്രീയം എന്തായിരുന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ളതാണല്ലോ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയം അപ്രസക്തമായി എന്നുള്ള വലിയ പ്രചരണം നടത്തുന്നവരുടെ മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. ഒന്നിലും വലിയ വാർത്തയാകാതെ പോയി. കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ അവരുടെ ബേസ് നഷ്ടപ്പെട്ടു എന്ന് പ്രചരിപ്പിച്ചിരുന്നവരുടെ മുന്നിലേക്ക് ജനങ്ങളുടെ ഒരു മറുപടിയാണ് എത്തിയത്. അറിയാലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാകുമ്പോൾ എന്താണ് അതിന്റെ വിജയം എന്നുള്ള കാര്യം. 49 സീറ്റുകളിലേക്കാണ് മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 23 സീറ്റ് നേടിക്കൊണ്ട് ഇടതുപക്ഷം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിസൾട്ടുകൾ വരുമ്പോൾ എങ്ങനെയാണോ മുൻപന്തിയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ്. നേരത്തെ 24 സീറ്റ് ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് കുറവ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. 8 സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അത് ജില്ലാ പഞ്ചായത്തിലെ വെള്ളനാട് ഉൾപ്പെടെയുള്ള ഡിവിഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 8 സീറ്റും ഇടതുപക്ഷം വിജയിച്ചു. ആറ്റിങ്ങലിൽ BJPയുടെ 2 ഡിവിഷനാണ് മുനിസിപ്പാലിറ്റിയിലെ പിടിച്ചെടുത്തത്. ഇതൊന്നും വലിയ വാർത്തയാകാതെ പോയത് കൊണ്ട് രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകാൻ പോകുന്നു എന്ന പ്രചരണം നടത്തുന്നവർക്കുള്ള മറുപടി കൂടിയാണ്. ഇതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളവരുടെ സീറ്റ് നില കൂടി അറിയേണ്ടതുണ്ട്. കാര്യം നേരത്തെ 23 സീറ്റ് ഉണ്ടായിരുന്ന UDFന് അത് 19 കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് BJPക്ക് 5 സീറ്റ് ഉണ്ടായിരുന്നത് 3 സീറ്റായി കുറഞ്ഞു. ഒപ്പം 4 സ്വതന്ത്രരുമാണ് വിജയിച്ചത്. ഇപ്പോൾ ഈ ജയിച്ച 4 സ്വതന്ത്രർ അത് ഞങ്ങളുടെ സ്വതന്ത്രരാണ്. ആ സ്വതന്ത്രരുടെ സീറ്റും കൂടി ചേർത്ത് 23 സീറ്റിൽ വിജയിച്ചു എന്ന രീതിയിൽ കുറച്ച് അവകാശവാദവും അല്ലെങ്കിൽ UDF മികച്ച നേട്ടം കൊയ്തു എന്ന് പറയാണ്. UDFന് എത്ര സീറ്റ് കിട്ടി? 19 ആണോ? അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നേരത്തെ SDPയുടെ ഭാഗത്തുണ്ടായിരുന്ന കൊല്ലത്തെ ഒരു സീറ്റ് ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. കൊല്ലത്ത് 2 വാർഡ് വിജയിച്ചു, 2 പഞ്ചായത്തുകൾ അങ്ങനെ ഇഞ്ചോടിഞ്ചായിരുന്നിടത്ത് ഒരു സീറ്റ് വിജയിച്ചുകൊണ്ട് അത് ഭരണം കിട്ടി എന്നുള്ളതാണ് ഇവർക്ക് അവകാശപ്പെടാനുള്ള കാര്യം. പക്ഷേ അങ്ങനെയല്ല. കുറച്ച് ദിവസം മുന്നേ ഈ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു കൂട്ടിയത്, എന്തെല്ലാം തരത്തിലുള്ള പുതിയ വിലയിരുത്തലുകൾ ഇവർ കൊണ്ടുവന്നു. രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം അപ്രസക്തമായി കഴിഞ്ഞു. ഇനി കേരളത്തിൽ പഴയതുപോലെയല്ല, ഇനി UDFന്റെ തരംഗമാണ് കാണാനിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്തായി അവസ്ഥ? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ടും ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ റിസൾട്ട് വന്നപ്പോഴും ഇതുപോലെ ഇടതുപക്ഷം വലിയ മേൽക്കൈമ നേടുന്ന സാഹചര്യം ഉണ്ടായി. ഇടതുപക്ഷം മേൽക്കോയ്മ നേടിക്കഴിഞ്ഞാൽ അത് വാർത്തയല്ലാതെ ആകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരാതെ പോയത്. UDFനും BJPക്കും വലിയ തിരിച്ചടി ആയതുകൊണ്ടാണ് അത് വലിയ വാർത്ത ആകാതെ പോയത്. അത് അല്ലെങ്കിൽ ഇന്നലകളിൽ എവിടെയെങ്കിലുമൊക്കെ അത് തിരികെ കയറ്റിപ്പെട്ടനെ. പക്ഷേ വലിയ തിരിച്ചടി നേരിട്ടു, നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്ന മാധ്യമ വിശാരദന്മാരുടെ വിലയിരുത്തലിന് ശേഷം നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പുറകിലെങ്ങാനും പോയിരുന്നെങ്കിൽ കനത്ത തിരിച്ചടി സർക്കാരിന് എന്ന് ക്യാപ്ഷൻ നമുക്ക് കാണാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. 24 സീറ്റുകൾ നേരത്തെ ഉണ്ടായിരുന്നിടത്ത് ഒരു സീറ്റിന്റെ ഷോർട്ടേജേ വന്നുള്ളൂ. ബാക്കി തിരുവനന്തപുരത്തൊക്കെ വലിയ നേട്ടമാണ് കൈവരിച്ചത്. ഒരു സീറ്റ് കൈമോശം വന്നെങ്കിൽ എന്താ, ആലപ്പുഴയിലും തിരുവനന്തപുരത്തൊക്കെ വലിയ നേട്ടം കൊയ്തുകൊണ്ട്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വേറെയാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകൾ വേറെയാണ്, നിയമസഭയിലെ അതും വേറെയാണ് എന്ന് കൃത്യമായിട്ടുള്ള സന്ദേശമായി മാറുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ബേസ് തകർന്നു പോയി എന്നൊക്കെ വലിയ പ്രചരണങ്ങൾ നടത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് കാര്യങ്ങളൊക്കെ, അവർ മനസ്സിലാക്കുന്നുണ്ട്. ചെറിയ ചെറിയ തിരിച്ചടികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വേക്കപ്പ് കോളുകൾ കൊണ്ടൊക്കെ ഇടതുപക്ഷം ആ വിഷയത്തിൽ എന്തെങ്കിലും തിരിച്ചടികൾ നേരിടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾക്ക് അത് ഏത് രീതിയിലാണ് അത്തരം ഇടപെടലുകൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവരോട് കൂടുതൽ അടുത്തു നിന്ന് ഇടപഴകിക്കൊണ്ട് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് തിരിച്ചു വരാൻ കഴിയുമെന്ന് ഈ തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ ഇടതുപക്ഷം തെളിയിച്ചിരിക്കുകയാണ്. ബാക്ക് ഫുട്ട് പോയിട്ടില്ല, ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നിസ്സംശയം പറയാം.